ഹായ് ഫ്രണ്ട്സ്, ഞാൻ മഷൂർ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 13 കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 13 പ്രകാരം ഇന്ത്യയിലെ ഏതൊരു നിയമവും ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്. ഇതുപ്രകാരം ഒരു നിയമം ഭരണഘടനയുടെ പാർട്ട് 3 ഏതെങ്കിലും പ്രൊവിഷൻസുമായി ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അവയെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കാം. ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് ഭരണഘടന നൽകിയിരിക്കുന്നത്. ഈ അധികാരം അഥവാ ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ഫീച്ചറാണെന്ന് കേശവാനന്ദ ഭാരതി കേസിലുൾപ്പെടെ പല കേസുകളിലും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിനും ലെജിസ്ലേറ്റീവ് ആക്ഷൻസ് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ചത് മാർബറി വേഴ്സസ് മാഡിസൺ എന്ന കേസിലൂടെ അമേരിക്കൻ സുപ്രീം കോർട്ടാണ്. അമേരിക്കൻ ഭരണഘടനയിൽ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രൊവിഷൻസ് ഇല്ലായിരുന്നെങ്കിലും കോടതി ഈ കേസിലൂടെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നതിനുള്ള അധികാരം ഏറ്റെടുത്തു. അപ്പോൾ നമുക്ക് മാർബറി വേഴ്സസ് മാഡിസൺ എന്ന കേസിനെ കുറിച്ച് നോക്കാം. 1800 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തോമസ് ജെഫേഴ്സൺ അപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന ജോൺ ആഡംസിനെ പരാജയപ്പെടുത്തി. 1801 മാർച്ച് 4 ജെഫേഴ്സൺ അധികാരമെടുക്കുന്നതിനു മുൻപായി ആഡംസും കോൺഗ്രസും 1801 ജുഡീഷ്യറി ആക്ട് പാസാക്കി. ഇതിലൂടെ പുതിയ കോടതികൾ സൃഷ്ടിക്കുകയും ജഡ്ജസിനെ നിയമിക്കുകയും ചെയ്തു. ഇതിലൂടെ 16 പേരെ പുതിയ സർക്യൂട്ട് ജഡ്ജസായും 42 പേരെ ജസ്റ്റിസസ് ഓഫ് ദ പീസ് എന്ന പോസ്റ്റിലേക്കും നിയമിച്ചു. കമ്മീഷനുകളുടെ നിയമനം സെനറ്റ് കൺഫേം ചെയ്യുകയും ചെയ്തു. എന്നാൽ ജോൺ ആഡംസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ മാർഷൽ കമ്മീഷനുകളിൽ ചിലത് കൈമാറുന്നതിൽ പരാജയപ്പെട്ടു. നിയമനം കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി കമ്മീഷൻ കൈമാറണമെന്ന് നിർബന്ധമായിരുന്നു. എന്നാൽ തുടർന്ന് പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ അധികാരമേറ്റപ്പോൾ വില്യം മാർബറി ഉൾപ്പെടെ 17 പേർക്ക് കമ്മീഷൻ കൈമാറരുതെന്ന് തൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജെയിംസ് മാഡിസണിനോട് നിർദ്ദേശിച്ചു. 1789 ജുഡീഷ്യറി ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അതോറിറ്റിക്ക് കീഴിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് റിട്ട് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തിയിരുന്നു. ഈ പ്രൊവിഷൻ ഉപയോഗിച്ച് കമ്മീഷൻ കൈമാറുന്നതിനു വേണ്ടി റിട്ട് ഓഫ് മാൻഡമസ് ജെയിംസ് മാഡിസണിന് ഇഷ്യൂ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർബറി സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ കേസ് കേട്ടിരുന്ന ചീഫ് ജസ്റ്റിസ് മാർഷൽ ഭരണഘടന അനുസരിച്ച് ഈ കേസിൽ കമ്മീഷൻ മാർബറിക്ക് കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ട് മാഡിസണിനോട് ആവശ്യപ്പെടാൻ കോടതിക്ക് അധികാരമില്ലെന്ന് നിരീക്ഷിച്ചു. 1789 ജുഡീഷ്യറി ആക്ടിലെ സെക്ഷൻ 13 ഭരണഘടനയുമായി കോൺഫ്ലിക്റ്റഡ് ആണെന്നും കോടതി കണ്ടെത്തി. ഇതിന് കാരണം 1789 ജുഡീഷ്യറി ആക്ട് ഭരണഘടന പ്രകാരം നൽകിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അധികാരം സുപ്രീം കോടതിക്ക് നൽകിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1789 ജുഡീഷ്യറി ആക്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അതോറിറ്റിക്ക് കീഴിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് റിട്ട് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 സെക്ഷൻ 2 ക്ലോസ് 2 പ്രകാരം സുപ്രീം കോടതിക്ക് അംബാസിഡർമാരോ മറ്റു പബ്ലിക് മിനിസ്റ്റേഴ്സോ കോൺസൽമാരോ സ്റ്റേറ്റ്സോ പാർട്ടികളായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അതിനാൽ തന്നെ മറ്റെല്ലാ കേസുകളിലും കോടതിക്ക് അപ്പലറ്റ് ജൂറിസ്ഡിക്ഷനാണുള്ളത്. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ അംബാസിഡർമാരോ മറ്റു പബ്ലിക് മിനിസ്റ്റേഴ്സോ കോൺസൽമാരോ സ്റ്റേറ്റോ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ തന്നെ കോടതിക്ക് അതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യാൻ കഴിയില്ല എന്നും അതിനാൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അതോറിറ്റിക്ക് കീഴിൽ അധികാരത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും റിട്ട് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ സുപ്രീം കോടതിന് അധികാരം നൽകുന്ന ജുഡീഷ്യറി ആക്ടും ഭരണഘടനയും പരസ്പരം വൈരുദ്ധ്യത്തിലാണെന്ന് കോടതി കണ്ടെത്തി. ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ ഇല്ലാതാക്കണമെന്നും ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് നിർണ്ണയിക്കേണ്ട ജോലി കോടതിയുടേതാണെന്നും അമേരിക്കൻ നിയമനിർമ്മാണ ശാഖയായ കോൺഗ്രസ് അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ ഭരണഘടന ജുഡീഷ്യറിക്ക് അധികാരം നൽകുന്നുണ്ടെന്നും കോടതി ഈ കേസിൽ പറഞ്ഞു. ഇനി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിന് എക്സ്പ്രസ് പ്രൊവിഷൻ നൽകുന്നുണ്ടെന്ന്. എന്നാൽ ആർട്ടിക്കിൾ 13 എവിടെയും തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന ടേം ഉപയോഗിച്ചിട്ടില്ല. അടുത്തതായി നമുക്ക് ആർട്ടിക്കിൾ 13 വളരെ വിശദമായി പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഇന്ത്യയിലെ നിയമങ്ങളെ രണ്ടായി തരംതിരിക്കാം. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് അഥവാ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപേ നിലവിൽ വന്ന നിയമങ്ങൾ. 2 പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് അഥവാ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം നിലവിൽ വന്ന നിയമങ്ങൾ.
പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 13 ക്ലോസ് 1 പ്രകാരം എല്ലാ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിലെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതു മുതൽ വോയിഡ് ആയിരിക്കും. അപ്പോൾ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപുള്ള ഒരു നിയമം പാർട്ട് 3യിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും അവകാശം ലംഘിക്കുകയാണെങ്കിൽ അവ വോയിഡ് ആവും. അതുപോലെ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 13 ക്ലോസ് 2 പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയി നിയമം ഉണ്ടാക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്നു. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയി നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അവ വോയിഡ് ആവും. ഈ കൺസെപ്റ്റിന് കുറച്ചുകൂടി ക്ലാരിറ്റി നൽകുന്നതിന് വേണ്ടി 2 ഡോക്ട്രിൻസ് ഉണ്ട്, ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി ആൻഡ് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്. ആദ്യമായി നമുക്ക് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി നോക്കാം. ഇതിൻ്റെ മീനിങ് ആണ് ടു സെപ്പറേറ്റ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ആക്ടിലെ ചില പ്രൊവിഷൻസ് ഫണ്ടമെൻ്റൽ റൈറ്റുമായി ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ആക്ട് മുഴുവനായി വോയിഡ് ആവില്ല, മറിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് വോയിഡ് ആവുക. ആ ഭാഗം വാലിഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നും വേർപെടുത്തുകയാണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഭാഗം നിലനിൽക്കുകയും ഓപ്പറേറ്റീവ് ആവുകയും ചെയ്യും. അതുപോലെ ഒരു ആക്ടിലെ വാലിഡ് പോർഷൻസും ഇൻവാലിഡ് പോർഷൻസും വേർപെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ആ ആക്ട് മുഴുവനായും വോയിഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഈ ഡോക്ട്രിൻ ഉപയോഗിച്ച 2 കേസുകൾ നോക്കാം. ആദ്യമായി AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഈ കേസിൽ 1950 പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ടിലെ സെക്ഷൻ 14 ചലഞ്ച് ചെയ്യപ്പെട്ടു. സെക്ഷൻ 14 പ്രകാരം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് പ്രകാരം ഒരാളെ ഡിറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട്സ് ഓഫ് ഡിറ്റൻഷൻ കോടതിയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഈ പ്രൊവിഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇതിനെ തുടർന്ന് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ടിൽ കോടതി ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അപ്ലൈ ചെയ്യുകയും ആ ആക്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയി ഉണ്ടായിരുന്ന സെക്ഷൻ 14 പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ടിൽ നിന്നും മൈനസ് ചെയ്ത് ബാക്കി പ്രൊവിഷൻസ് വാലിഡ് ആണെന്നും സെക്ഷൻ 14 ആക്ടിൽ നിന്നും ഒഴിവാക്കുന്നതിലൂടെ ആക്ടിൻ്റെ നേച്ചറിനോ ഒബ്ജക്റ്റീവിനോ ചേഞ്ച് വരുന്നില്ലെന്നും അതിനാൽ തന്നെ ബാക്കി പ്രൊവിഷൻസ് എല്ലാം വാലിഡായും എഫക്റ്റീവായും തുടരുമെന്നും കോടതി വിധിച്ചു. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റിയെക്കുറിച്ച് വിശദമായി കൈകാര്യം ചെയ്ത മറ്റൊരു കേസാണ് RMDC വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിലൂടെ കോടതി ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റിയുമായി ബന്ധപ്പെട്ട് 7 റൂൾസ് ലേ ഡൗൺ ചെയ്തു. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. ഒരു ആക്ടിലെ വോയിഡ് പാർട്ടിൽ നിന്നും ഇൻവാലിഡ് പാർട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപായി ലെജിസ്ലേച്ചർ ആ നിയമം ഉണ്ടാക്കിയതിനു പിന്നിലെ ഇൻറ്റൻഷൻ നോക്കേണ്ടതുണ്ട്. വാലിഡ് പാർട്സിൽ നിന്നും വോയിഡ് പാർട്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ലെജിസ്ലേച്ചർ ആ നിയമം ഉണ്ടാക്കിയതിനു പിന്നിലെ ഇൻറ്റൻഷനിൽ മാറ്റം വരികയാണെങ്കിൽ കോടതിക്ക് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 2. ഒരു ആക്ടിലെ ഇൻവാലിഡ് പോർഷൻസും വാലിഡ് പോർഷൻസും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് എങ്കിൽ ഒരു പ്രൊവിഷൻ മാത്രം ഇൻവാലിഡ് ആവുന്നതിന് പകരം ആ ആക്ട് മുഴുവനായി ഇൻവാലിഡ് ആവും. എന്നാൽ വാലിഡ് പോർഷൻസും ഇൻവാലിഡ് പോർഷൻസും ഡിസ്റ്റിങ്ക്റ്റും സെപ്പറേറ്റ് ചെയ്യാവുന്നതുമാണെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ളത് ഒഴിവാക്കിയതിന് ശേഷം റിമൈനിങ് പ്രൊവിഷൻസ് ഒരു കംപ്ലീറ്റ് കോഡ് ആവുകയും ഇൻവാലിഡ് പ്രൊവിഷൻസ് അൺഎൻഫോഴ്സിബിൾ ആവുകയും ചെയ്യും. 3. വാലിഡ് പ്രൊവിഷൻസും ഇൻവാലിഡ് പ്രൊവിഷൻസും ഡിസ്റ്റിങ്ക്റ്റും സെപ്പറേറ്റ് ചെയ്യാവുന്നതുമാണ്. എന്നിരുന്നാലും പ്രൊവിഷൻ വായിക്കുന്നതിലൂടെ ഫുൾ പ്രൊവിഷൻ ഓപ്പറേറ്റീവ് ആയിരിക്കണം എന്നതാണ് ലെജിസ്ലേച്ചർ ഇൻറ്റൻഷൻ എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഇൻവാലിഡ് പ്രൊവിഷൻ ഉണ്ടായ കാരണത്താൽ മുഴുവൻ പോർഷനും വോയിഡ് ആവും. 4. വാലിഡ് പ്രൊവിഷൻസും ഇൻവാലിഡ് പ്രൊവിഷൻസും ഇൻഡിപെൻഡൻറ്റും സെപ്പറേറ്റ് ചെയ്യാവുന്നതുമാണ്. പക്ഷേ സെപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വാലിഡ് പ്രൊവിഷൻസിന് ഒരു സബ്സ്റ്റാൻഷ്യൽ മീനിങ് ഇല്ലെങ്കിൽ മുഴുവൻ പ്രൊവിഷനും വോയിഡ് ആവും. 5. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അപ്ലൈ ചെയ്യുന്നതിനായി ഇൻവാലിഡ് പാർട്സും വാലിഡ് പാർട്സും സെയിം സെക്ഷനിൽ ആകണമെന്നോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷനിൽ ആകണമെന്നോ നിർബന്ധമില്ല. ഇവിടെ നിയമത്തിൻ്റെ ഫോമിനല്ല മറിച്ച് നിയമത്തിൻ്റെ സബ്സ്റ്റൻസ് ഓഫ് ദ മാറ്റർ ആണ് പ്രധാനം. 6. നിയമത്തിൽ നിന്നും ഇൻവാലിഡ് പോർഷൻസ് നീക്കം ചെയ്ത ശേഷം അവശേഷിക്കുന്ന ഭാഗത്തിൽ മാറ്റങ്ങൾ വരുത്താതെ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ആ നിയമം മുഴുവനായി വോയിഡ് ആയിരിക്കും. അല്ലാത്ത പക്ഷം അത് ജുഡീഷ്യൽ ലെജിസ്ലേഷന് തുല്യമാകും. 7. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അപ്ലൈ ചെയ്യുന്നതിനു മുൻപായി ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ നിർണ്ണയിക്കുന്നതിനു വേണ്ടി ആ നിയമത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ലെജിസ്ലേഷൻ, ഒബ്ജക്റ്റ്, ടൈറ്റിൽ, പ്രിയാമ്പിൾ എന്നിവ കണക്കിലെടുക്കണം. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സിനെ കുറിച്ചാണ്. എക്ലിപ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമാണ്. സൂര്യഗ്രഹണത്തിൻ്റെ കേസിലാണെങ്കിൽ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ ചന്ദ്രൻ ഓവർഷാഡോ ചെയ്യുന്നു. ചന്ദ്രഗ്രഹണത്തിലാണെങ്കിൽ തിരിച്ചു. ഇത് തന്നെയാണ് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സിലെയും കൺസെപ്റ്റ്.
ഏതെങ്കിലും ഒരു നിയമം ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ പ്രൊവിഷനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓവർഷാഡോ ചെയ്യും. ഇതാണ് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ലോസ് നോക്കാം. ആദ്യമായി ബിക്കാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP. ഈ കേസിലൂടെ 1948 CP ആൻഡ് ബറാർ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ടു. കാരണം ഈ ആക്ടിലെ ചില സെക്ഷൻസ് സ്റ്റേറ്റിന് പ്രവിശ്യയിലെ മുഴുവൻ മോട്ടോർ ട്രാൻസ്പോർട്ട്സ് ബിസിനസ്സും ഏറ്റെടുക്കാൻ അധികാരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 19(1) പ്രകാരം സിറ്റിസൺസിന് നൽകിയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രൊഫഷൻ ആൻഡ് ട്രേഡുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു. അതിനാൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആ പ്രൊവിഷൻസിനുമേൽ പ്രിവെയിൽ ചെയ്യുകയും ഓവർഷാഡോ ചെയ്യുകയും ചെയ്തു. എന്നാൽ 1951 ഒന്നാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 6 അമെൻഡ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഏതൊരു ബിസിനസ്സും മൊണോപ്പൊളി ആക്കാനുള്ള അധികാരം നൽകി. ഈ കേസിലൂടെ കോടതി പറഞ്ഞു, ഒരു പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയുടെ മേൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓവർഷാഡോ ചെയ്യുകയാണെങ്കിൽ അവ ഡോർമന്റ് സ്റ്റേറ്റിൽ നിൽക്കുകയും അവ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലഭ്യമല്ലാത്തവർക്ക് ബാധകമാവുകയും ചെയ്യും. അതുപോലെ ലെജിസ്ലേച്ചറിന് വേണമെങ്കിൽ ആ നിയമം ഒരു അമെൻമെൻറ്റിലൂടെ തിരിച്ച് അലൈവ് ആൻഡ് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. ഈ ഭാഗത്ത് വരുന്ന അടുത്തൊരു കേസാണ് ദീപ് ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP. ഈ കേസിലൂടെ പാർട്ട് 3യുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് വോയിഡ് അബിനിഷ്യോ അഥവാ തുടക്കം മുതലേ അസാധുവാണെന്നും എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് ഭരണഘടന നിലവിൽ വന്നതു മുതൽ നോൺ സിറ്റിസൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രാബല്യത്തിലുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഇതിന് കാരണമായി കോടതി പറഞ്ഞത് ഭരണഘടന നിലവിൽ വരുന്നതിനു മുൻപ് നിയമനിർമ്മാണ സഭയ്ക്ക് അത്തരം നിയമങ്ങൾ പാസ്സാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ ഭരണഘടന നിലവിൽ വന്നതു മുതൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലായ നിയമങ്ങൾ ഉണ്ടാക്കാൻ ലെജിസ്ലേച്ചറിന് കഴിയില്ല എന്നാണ്. അപ്പോൾ ദീപ് ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയിലെ കോടതി വിധി പ്രകാരം ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിന് മേൽ അപ്ലിക്കബിൾ അല്ല. എന്നാൽ തുടർന്ന് വന്ന സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് അംബിക മിൽസിലൂടെ കോടതി ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസിനും അപ്ലൈ ചെയ്യാമെന്ന് വിധിച്ചു. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് നോൺ സിറ്റിസൻസിന് അപ്ലിക്കബിൾ ആവുന്ന പോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസും നോൺ സിറ്റിസൻസിന് അപ്ലിക്കബിൾ ആണെന്നും നിരീക്ഷിച്ചു. ഒരു വ്യക്തിക്ക് തൻ്റെ ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെയ്വ് ചെയ്യാൻ അഥവാ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുമോ? ഈ ഒരു ചോദ്യം കോടതിയുടെ മുൻപിൽ ആദ്യമായി വന്നത് ബെഹ്റാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ എന്ന കേസിലാണ്. ഈ കേസിൽ ജസ്റ്റിസ് വെങ്കട്ട് രാമയ്യർ റൈറ്റ്സിനെ രണ്ടായി തരംതിരിച്ചു. ഫസ്റ്റ് വൺ ഇസ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ജനറൽ പബ്ലിക്. ഈ കേസിൽ മൈനോറിറ്റിയുടെ ഒപ്പീനിയൻ ഇൻഡിവിജ്വൽ റൈറ്റ്സ് വെയ്വ് ചെയ്യാമെന്നും എന്നാൽ ജനറൽ പബ്ലിക്കിൻ്റെ ബെനഫിറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റൈറ്റ്സ് വെയ്വ് ചെയ്യാൻ സാധിക്കില്ല എന്നുമായിരുന്നു. എന്നാൽ മജോറിറ്റിയുടെ ഒപ്പീനിയൻ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതായത് ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഡിവിജ്വൽ ബെനഫിറ്റിന് വേണ്ടി മാത്രമല്ല, അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പബ്ലിക് പോളിസിയുടെ വിഷയമായതിനാൽ തന്നെ അവ വേണ്ടെന്ന് വെക്കാൻ ആർക്കും കഴിയില്ല. അതിനാൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കേസിൽ ഡോക്ട്രിൻ ഓഫ് വെയ്വർ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഡോക്ട്രിൻ ഓഫ് വെയ്വറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത മറ്റൊരു കേസാണ് ബഷേശ്വർ നാഥ് വേഴ്സസ് IT കമ്മീഷണർ. 1947 ടാക്സേഷൻ ഓഫ് ഇൻകം ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ ആക്ടിലെ സെക്ഷൻ 5 ക്ലോസ് 1 പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ പെറ്റീഷണർക്കെതിരെ നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം മറച്ചുവെച്ചതായി കണ്ടെത്തി. അതിനാൽ തന്നെ കനത്ത പിഴയിൽ നിന്നും രക്ഷപ്പെടാൻ പെറ്റീഷണർ ടാക്സേഷൻ ഓഫ് ഇൻകം ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ ആക്ടിലെ സെക്ഷൻ 8A പ്രകാരമുള്ള സെറ്റിൽമെൻറ്റിലൂടെ കുടിശ്ശികയായുള്ള ടാക്സും പിഴയുമടക്കം 3 ലക്ഷം വീതം പ്രതിമാസം അടക്കാൻ സമ്മതിച്ചു. അതേസമയം സൂരജ്മാൽ മോഹ്ത വേഴ്സസ് വിശ്വനാഥ ശാസ്ത്രി എന്ന കേസിൽ സുപ്രീം കോടതി ടാക്സേഷൻ ഓഫ് ഇൻകം ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ ആക്ടിലെ സെക്ഷൻ 5 ക്ലോസ് 1ഉം സെക്ഷൻ 8Aയും അൾട്രാ വയസ് ആണെന്ന് വിധിച്ചു. എന്നാൽ കോടതി ഈ കേസിൽ വിധി പുറപ്പെടുവിച്ചതിന് ശേഷവും നാഥ് കുറച്ചുകാലം സെറ്റിൽമെൻറ്റിന് കീഴിലെ ഇൻസ്റ്റാൾമെൻറ്റ്സ് അടക്കുന്നത് തുടർന്നു. അതിനുശേഷം അടച്ചതുമില്ല. ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ അറ്റാച്ച് ചെയ്തപ്പോൾ താനും കമ്മീഷനും തമ്മിലുള്ള സെറ്റിൽമെൻറ്റ് അയാൾ കോടതിയിൽ ചലഞ്ച് ചെയ്തു. 1954 ഈ നിയമം സ്ട്രക്ക് ഡൗൺ ചെയ്തിരിക്കെ 1957 സെപ്റ്റംബർ വരെ പേയ്മെൻറ്റ് തുടരുകയും ഈ നിയമത്തിൻ്റെ സാധുത പെറ്റീഷണർ ചലഞ്ച് ചെയ്യാത്തതിനാലും അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെയ്വ് ചെയ്തതാണെന്ന് ഇതിനു മറുപടിയായി അന്നത്തെ അറ്റോർണി ജനറൽ വാദിച്ചു. എന്നാൽ
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വെയിവ് ചെയ്യാൻ സാധിക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ ഫലമായി 1958 പാസാക്കിയ അറ്റാച്ച്മെൻറ്റ് ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യുകയും 1954 ജൂലൈ മുതൽ പെറ്റീഷണർക്കെതിരെ ആരംഭിച്ച എല്ലാ നടപടികളും റദ്ദാക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 13 ക്ലോസ് 1ഉം 13 ക്ലോസ് 2ഉം ഡിസ്കസ് ചെയ്തപ്പോൾ ലോ ഇൻഫോഴ്സ്, ലോ എന്നീ ടേമുകൾ നമ്മൾ കണ്ടു. ഈ രണ്ട് ടേംസിൻ്റെയും ഡെഫിനിഷൻസ് നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ 13 ക്ലോസ് 3യിലാണ്. ഇതുപ്രകാരം ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് ഓർഡിനൻസ്, ഓർഡർ, ബൈലോസ്, റൂൾ, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻ, കസ്റ്റം ആൻഡ് യൂസേജസ് എല്ലാം ലോസിന് കീഴിൽ വരും. എന്നിരുന്നാലും ഇതിന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിനോ ഗൈഡ് ലൈൻസ് നൽകുന്നതിനോ ആയി നിർമ്മിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. രണ്ട്, പേഴ്സണൽ ലോസ്. അപ്പോൾ ഇവ രണ്ടും ആർട്ടിക്കിൾ 13 കീഴിൽ പറയുന്ന നിയമങ്ങൾക്ക് കീഴിൽ വരില്ല. അമെൻമെൻറ്റ്സ് ആർട്ടിക്കിൾ 13 കീഴിൽ നിയമമാണോ? ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സജ്ജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നീ കേസുകളിൽ ഈ ചോദ്യം സുപ്രീം കോടതിയുടെ മുൻപിൽ വന്നപ്പോൾ ആർട്ടിക്കിൾ 13 ക്ലോസ് 2വിലെ നിയമം എന്ന വാക്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഉൾപ്പെടുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഇതിനു ശേഷം വന്ന ഗോലഖ്നാഥ് കേസിൽ സുപ്രീം കോടതി ശങ്കരി പ്രസാദ് കേസിലെയും സജ്ജൻ സിംഗ് കേസിലെയും ഡിസിഷൻസ് ഓവർറൂൾ ചെയ്യുകയും പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ ആർട്ടിക്കിൾ 13 ക്ലോസ് 2വിലെ നിയമം എന്ന വാക്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും ഉൾപ്പെടുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. തുടർന്ന് 1971 ഗോലഖ്നാഥ് കേസിലെ ഡിസിഷൻ മറികടക്കുന്നതിനായി പാർലമെൻറ്റ് 1971 24ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കുകയും അതിലൂടെ ആർട്ടിക്കിൾ 13 ക്ലോസ് 4 ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുപ്രകാരം ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയിൽ വരുത്തുന്ന ഏതൊരു അമെൻമെൻറ്റും ആർട്ടിക്കിൾ 13 കീഴിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ചലഞ്ച് ചെയ്യപ്പെട്ട കേസായിരുന്നു കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിലൂടെ 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വാലിഡ് ആണെന്ന് കോടതി വിധിക്കുകയും ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസ് ഓവർറൂൾ ചെയ്യുകയും ചെയ്തു. കൂടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നും എന്നാൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ അധികാരമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.